പ്രമേഹ രോഗിക്കും കഴിക്കാം പഴങ്ങൾ. പക്ഷേ അതൊരു പ്രകൃതി ചികിത്സകന്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം എന്നേ ഉള്ളൂ. പഴങ്ങളിലൂടെ പ്രമേഹമുണ്ടാകുന്നില്ല. കാരണം പഴങ്ങളിലുള്ള മാധുര്യം എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് അല്ല, ഫ്രക്ടോസ് ആണ്. ഗ്ലൂക്കോസ് കൂടുമ്പോഴാണ് പ്രമേഹ സാധ്യത വർദ്ധിക്കുന്നത്. എന്നാൽ ഫ്രൂട്ട് കഴിക്കുമ്പോൾ അങ്ങനെയില്ല. പ്രമേഹം നോർമൽ ആവുകയാണ്, അയാൾക്ക് ശരീരം പുഷ്ടിപ്പെടുകയും ഉന്മേഷദായകമാവുകയും ചെയ്യുകയാണ്. പഴങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, സൗരഭ്യമുണ്ട്, മാധുര്യമുണ്ട്, റെഡി ടു ഈറ്റ് ആണ്. ദൈവം നേർക്കുനേരെ എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും തിന്നാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിനെതിരിൽ കുറ്റം പറയരുത്. പക്ഷേ അത് പ്രമേഹ രോഗി എങ്ങനെ കഴിക്കണം എന്ന കാര്യത്തിൽ പ്രകൃതി ചികിത്സകന്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പഴങ്ങൾക്കെതിരിലുള്ള വർത്തമാനങ്ങൾ ശരിയല്ല എന്ന് നാം മനസ്സിലാക്കുക. ഒരു നേരത്തെ ആഹാരമായിട്ടാണ് പഴങ്ങൾ കഴിക്കേണ്ടത്, മറ്റൊന്നും അതിൻ്റെ കൂടെ പാടില്ല. അതുമാത്രവുമല്ല, വൺ കൈൻഡ് ഓഫ് എ ഫ്രൂട്ട് അറ്റ് എ ടൈം ആയിരിക്കണം പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം. ഒരു തരം പഴങ്ങളായിരിക്കണം അയാൾ ഒരു നേരം കഴിക്കേണ്ടത്. ഭക്ഷണത്തിൻ്റെ മേലെ കഴിക്കുക, മുമ്പേ കഴിക്കുക, ഈ പരിപാടികൾ ഒഴിവാക്കിയിട്ട് രാവിലത്തെ ഭക്ഷണം പ്രമേഹ രോഗിക്ക് ഒട്ടുമിക്ക പഴങ്ങളും കഴിക്കാം. രാത്രിയിൽ അദ്ദേഹത്തിന് സലാഡുകൾ, പച്ചക്കറികളാണ് കഴിക്കാൻ നല്ലത്. അപ്പോൾ പഴങ്ങൾ ശരീരത്തിന് പുഷ്ടി നൽകുന്നു, രോഗശമനം നൽകുന്നു. പഴങ്ങളിലുള്ള ഔഷധ ഗുണം ആ ശരീരത്തിന് ഫലം ചെയ്യുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.